കോഴിക്കോട് കൊടുവള്ളിയിൽ 21-കാരനെ വീട്ടിലെത്തിയ സംഘം മാരകായുധങ്ങളുമായി വീട്ടിലെത്തിയ സംഘം ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് ഈ കുടുംബം പരാതി ഉന്നയിക്കുന്നത്. കിഴക്കോത്ത് സ്വദേശിയായിട്ടുള്ള അന്നൂസ് റോഷനെയാണ് ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. ഇപ്പോൾ അന്നൂസ് റോഷൻ്റെ പിതാവും മാതാവും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? എന്തായിരുന്നു ഇതിന് പിന്നിലുള്ള സംഭവങ്ങളെന്ന്? മൂത്ത മകനുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണെന്നാണ് പറയുന്നത്. ഈ വന്ന സംഘം മുമ്പേ 2 തവണ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇന്ന് 3ാമത്തെ തവണയാണ്. ആദ്യം അവർ രണ്ടുപേരും ഒരു കാറിൽ ഒരു ബൈക്കിൽ വരികയും പിന്നീട് ഞങ്ങളുമായിട്ട് സംസാരിക്കുന്നതിനിടയിലാണ് പിന്നെ ഒരു കാറ് റിവേഴ്സ് എടുത്ത് വീട്ടിൽ കയറിയും എന്നെ വലിച്ചയച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ച സമയത്ത് മകൻ തടയാൻ ശ്രമിക്കുകയും അവനും ഭാര്യയും ഞങ്ങളെല്ലാവരെയും വണ്ടിയിൽ കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചത്. എല്ലാവരെയും വില പിടിക്കാൻ നോക്കിയാണ്. അപ്പോൾ പിന്നെ ആ ശ്രമത്തിനിടയിൽ അവനവർക്ക് കിട്ടി അവർ കൊണ്ടുപോയി ഞങ്ങൾ കരഞ്ഞ് ബഹളം വെച്ച് നാട്ടുകാരെ വിളിച്ചു കൂട്ടുമ്പോഴേക്കും അവർ വണ്ടിയായിട്ട് പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇവർ എത്ര പേരുണ്ടായിരുന്നു? ആയുധങ്ങളായിട്ടാണ് എത്തിയത്? ആയുധങ്ങളിൽ ഒരു കത്തിയൊക്കെ വീട്ടിൽ ഇവർ പോയതിനു ശേഷം വീട്ടിലൊരു വലിയ കത്തിയുണ്ട്, വലിയൊരു കത്തി. പിന്നെ മോൻ്റെ കണ്ണടൊക്കെ അവർ പൊട്ടിച്ചു. പിന്നെ വണ്ടിയിൽ എന്താ ആയുധങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഒരു മാരകം ഏതായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. അത് ഞങ്ങൾ കൊടുവള്ളി പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ഈ സാമ്പത്തിക ഇടപാടെന്ന് പറഞ്ഞല്ലോ, ഈ മൂത്ത മകൻ എവിടെ? ദുബായിലാണോ? മൂത്ത മകൻ ദുബായിലാണ്. അവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിലേക്ക് എത്തിച്ചത്. അവനുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടാണ് അത് പ്രശ്നം. അതുമായി ബന്ധപ്പെട്ട് തർക്കം നേരത്തെ ഉണ്ടോ? ഈ അടുത്ത് തുടങ്ങിയതാണ്? ഒരു 1.5 മാസം മുമ്പാണത്. ഇതിനു മുമ്പ് നിങ്ങളെ ഭീഷണിപ്പെടുത്തി വിളിക്കുകയോ ഈ പൈസ ആവശ്യപ്പെട്ട് വീട്ടിൽ വന്നു? അതുണ്ട്. ഏകദേശം സമയത്തൊക്കെ അവർ ചെയ്യാറുണ്ട്. അവർ ഈ മകൻ മിസ്സായത് 1.5 മാസം മുമ്പാണ്. ആ 1.5 മാസത്തിന് ശേഷം സ്വസ്ഥമായിട്ടൊരു ദിവസം ഞങ്ങൾ വീട്ടിൽ വന്നിട്ടില്ല. ഭീഷണി സ്വരങ്ങളും ഭീഷണിപ്പെടുത്തലും വരവ് എല്ലാം കൂടെ എങ്ങിയിട്ട്. ഈ മൂത്ത മകൻ ഇപ്പോൾ എവിടെയുള്ളത്? നാട്ടിലുണ്ടോ അതോ വിദേശത്ത് തന്നെയാണോ? നാട്ടിലെത്തിക്കുന്ന പറഞ്ഞ ഒരു 2 പ്രാവശ്യം വിളിച്ചു. വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഈ പൈസ വെച്ച് വീട്ടിൽ വന്നു എന്ന് പറയുന്നുണ്ട്. എത്രയാണ് ആവശ്യപ്പെടുന്നത്? എന്താണ് അതിന്റെ ഇടപാടെന്ന് പറയുന്നുണ്ടോ? ഇന്ന് വന്ന് മോനെ കൊണ്ടുപോയോല് പറഞ്ഞ 35-39 അങ്ങനെ തോന്നാണ്. കറക്റ്റ് ഒക്കെ അറിഞ്ഞൂടെ. ഇതെന്താ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും? ദുബായിന്ന് ബിസിനസ് ഉള്ളതാണ്. എത്ര പേരായിരുന്നു വന്നിരുന്നതെന്ന്? 7 ആള് ഒരു കാറില്? അല്ല, ഒരു ബൈക്കും ഉണ്ട്. ബൈക്കിലാണ് ആദ്യം വന്നത്. നിങ്ങൾ സ്ഥലം മെമ്പറാണല്ലോ. എന്താണ് എത്ര വാഹനങ്ങളായിട്ടാണ് എത്തിയത്? അവർ ആദ്യം ബൈക്കിലാണ് വന്നത്. ബൈക്കിൽ വന്ന് പിന്നെ അവിടെ ബെല്ലടിച്ചതിന് ശേഷം ഇദ്ദേഹം പുറത്ത് വന്ന് ഇദ്ദേഹത്തോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാർ കൂടി കടന്നു വന്നു. അപ്പോൾ ഇദ്ദേഹത്തെ പിടിച്ച് ആ കാറിലേക്ക് കയറ്റാൻ ശ്രമിച്ചു. ആ ശ്രമിച്ച സമയത്ത് മകന് ഇറങ്ങി വന്നു. അവരെ തടയാനുള്ളൊരു ശ്രമവും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ അവനെ പിടിച്ചു ബലമായിട്ട് കാറിൽ പിടിച്ച് കൊണ്ടുപോകുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പരിചയമുള്ളവരുണ്ടോ ഈ കൂട്ടത്തിൽ? നേരത്തെ ഇവരുമായിട്ട് പലപ്പോഴും ഈ വിഷയത്തിൽ തന്നെ കോണ്ടാക്ട് ചെയ്ത ഒരാൾ നേരത്തെ ഫസ്റ്റിൽ വന്നിട്ടുണ്ട്. ബൈക്കിൽ വന്ന് ഇവരുമായിട്ട് ആ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കാറ് വന്നിട്ട് ചെറിയവനെ പിടിച്ച് പോകുന്നത്. അവരെ കയ്യിൽ ഉള്ളതാണ്. പിന്നെ കാറ് പോയതിന് ശേഷമാണ് ഇവർ കണ്ടത്. വലിയൊരു കടാര നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ആ വീട്ടുമുറ്റത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. സാമ്പത്തിക തർക്കം ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണോ? അതാണെന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഇവരുടെ മൂത്ത മകൻ അജ്മലുമായി ബന്ധപ്പെട്ട് എന്തോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ കൃത്യത ഒന്നും എന്തില്ല, ഞങ്ങൾക്കാർക്കും അറിയില്ല. കാരണം അജ്മൽ പറഞ്ഞാലല്ലേ നമുക്കറിയുള്ളൂ. അജ്മലിൻ്റെ കാര്യത്തിൽ തന്നെ ഞങ്ങൾക്കൊരു മാസമായി ഒരു വിവരമില്ലാതെ നിൽക്കുകയാണ്. വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നവനൊന്നുമില്ലേ? നേരത്തെ വിളിച്ചത് വാട്സപ്പിൽ 2 പ്രാവശ്യം ബന്ധപ്പെട്ട് അല്ലാണ്ട് ഒരു വിവരമില്ല. 1.5 മാസമായിട്ട് ഒരു കാര്യമായിട്ട് വിവരങ്ങളൊന്നുമില്ല. വാട്സപ്പിൽ ബന്ധപ്പെട്ട് 2-3 പ്രാവശ്യം. അപ്പോൾ എന്താ പറയുന്നത്? ഇന്നിപ്പോൾ ഞാൻ നാട്ടിലെത്തിക്കുന്ന പറഞ്ഞുള്ള ഒരു ഇതുവരെ ഉള്ളൂ. എന്തായാലും ഞെട്ടിക്കുന്ന സംഭവമാണ് കോഴിക്കോട് കൊടുവള്ളി കിഴക്കോത്തുണ്ടായിരിക്കുന്നത്. പട്ടാപ്പകൽ തന്നെ വീട്ടിൽ കയറി ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി 21-കാരനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. വിദേശത്തുള്ള ഈ അന്നൂസ് റോഷൻ്റെ വിദേശത്തുള്ള സഹോദരനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച തർക്കമാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലനിന്നിരുന്നു. എന്തായാലും കൊടുവള്ളി പോലീസിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രധാനമായും ഈ തട്ടിക്കൊണ്ടുപോകലിന് ഉപയോഗിച്ച വെള്ള സ്വിഫ്റ്റ് കാറിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ കാർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്.